ആരെങ്കിലും പറഞ്ഞ ഒരു ചെറിയ വാക്കോർത്ത് നിങ്ങൾ ദിവസം മുഴുവനും വിഷമിച്ചിരുന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ വളരെ നിസ്സാരമായ ഒരു വഴക്ക് കാരണം ആകെ തകർന്നു പോയതായി തോന്നിയിട്ടുണ്ടോ? ഞാനിപ്പോൾ ഓവർ റിയാക്ട് ചെയ്യുകയാണെന്ന് അറിയാമെങ്കിലും മനസ്സിനെ ശാന്തമാക്കാൻ കഴിയാതെ വന്നിട്ടുണ്ടോ? ഇത് നിങ്ങൾ വളരെ ദുർബലരായതുകൊണ്ടോ വളരെ ഇമോഷണൽ ആയതുകൊണ്ടോ അല്ല. നമ്മുടെ തലച്ചോറിന്റെ ഉള്ളിൽ അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മുടെ യുക്തിപരമായ ചിന്തകൾക്ക് നമ്മെ നിയന്ത്രിക്കാൻ സാധിക്കാതെ പോകുന്നതെന്നും നമ്മൾ ഇന്ന് കാണാൻ പോകുന്നു. ഒപ്പം തന്നെ ഈ വൈകാരിക സമ്മർദ്ദത്തെ ശാന്തമാക്കാൻ സഹായിക്കുന്ന EFT ടാപ്പിംഗ് എന്ന ലളിതമായ ടെക്നിക്കിനെ കുറിച്ചും നമ്മൾ ഇന്ന് സംസാരിക്കും. നമ്മൾ പെട്ടെന്ന് വൈകാരികമായി പ്രതികരിക്കുന്നത് മനക്കരുത്തില്ലാത്തതുകൊണ്ടാണ് എന്ന് പലരും കരുതുമെങ്കിലും അത് സത്യമല്ല. നമ്മുടെ ലോജിക്കലായ മനസ്സ് ചിന്തിച്ചു തുടങ്ങുന്നതിന് മുൻപ് തന്നെ വൈകാരികമായ പ്രതികരണം തലച്ചോറിൽ നടന്നു കഴിഞ്ഞിരിക്കും എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ നമ്മുടെ പകുതി കുറ്റബോധം മാറിക്കിട്ടും. അതെങ്ങനെയെന്ന് വിശദമായി മനസ്സിലാക്കാം. ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ ജോലിസ്ഥലത്താണ്. നിങ്ങളുടെ മാനേജർ നിങ്ങളെ നോക്കാതെ ഒന്ന് പുഞ്ചിരിക്കുക പോലും ചെയ്യാതെ കടന്നു പോകുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് അസ്വസ്ഥതയുണ്ടാകുന്നു, ഉത്കണ്ഠയുണ്ടാകുന്നു. നിങ്ങൾ ചിന്തിക്കുന്നു, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? അദ്ദേഹത്തിന് എന്നോട് ദേഷ്യമുണ്ടോ? നിങ്ങളുടെ ഹൃദയമിടിപ്പ് അല്പം കൂടുന്നു. എന്നാൽ കുറച്ചു മിനിറ്റുകൾക്ക് ശേഷം നിങ്ങൾ ചിന്തിക്കുന്നു, ചിലപ്പോൾ അദ്ദേഹം ഒരു അർജന്റ് മീറ്റിങ്ങിനായി പോയതായിരിക്കാം, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട എന്തോ കാര്യം ചിന്തിച്ചുകൊണ്ട് പോയതായിരിക്കാം. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ശരീരം ആദ്യം അത്രയധികം അസ്വസ്ഥമായത്? കാരണം യുക്തിപരമായ ചിന്തയേക്കാൾ വേഗത്തിലാണ് നമ്മുടെ വികാരങ്ങളുമായി ബന്ധപ്പെട്ട തലച്ചോറിൻ്റെ ഭാഗങ്ങൾ പ്രവർത്തിക്കുന്നത്. ഒരു ചെറിയ സൂചന കിട്ടുമ്പോൾ തന്നെ നമ്മൾ സുരക്ഷിതരാണോ അതോ അപകടത്തിലാണോ എന്ന് വൈകാരിക തലച്ചോർ പെട്ടെന്ന് വിലയിരുത്തും. അതിനുശേഷമേ ചിന്തിക്കുന്ന ഭാഗം ഉണരൂ. അപ്പോഴേക്കും നിങ്ങളുടെ ഹൃദയമിടിപ്പ് കൂടിയിട്ടുണ്ടാകും, ശരീരം വലിഞ്ഞു മുറുകിയിട്ടുണ്ടാകും, മനസ്സ് പല വഴിക്കും സഞ്ചരിച്ചിട്ടുമുണ്ടാകും. നമ്മുടെ തലച്ചോറിലെ ഈ ഭയത്തെ തിരിച്ചറിയുന്ന സിസ്റ്റത്തിൻ്റെ പ്രധാന ജോലി നമ്മളെ സംരക്ഷിക്കുക എന്നതാണ്. കാര്യങ്ങൾ കൃത്യമായി വിലയിരുത്തുക എന്നതല്ല. ചിലപ്പോൾ അത് നമുക്ക് സഹായകരമായേക്കാം, എന്നാൽ ചിലപ്പോൾ ഒരു അപകടമില്ലാത്ത കാര്യങ്ങളെപ്പോലും അത് വലിയ അപകടമായി തെറ്റിദ്ധരിക്കും. ഇനി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം, എല്ലാവരുടെയും തലച്ചോർ ഇങ്ങനെയാണെങ്കിൽ ചിലർ മാത്രം എന്തുകൊണ്ടാണ് ഇത്രയധികം റിയാക്ട് ചെയ്യുന്നത്? അതിനുള്ള ഉത്തരം നമ്മുടെ മുൻകാല അനുഭവങ്ങളിലാണ്. 2 കുട്ടികളുടെ കാര്യം സങ്കല്പിക്കുക. ആദ്യത്തെ കുട്ടി വളരുന്നത് തെറ്റുകൾ തിരുത്തി കൊടുക്കുന്ന ഒരു കുടുംബത്തിലാണ്. ഒരു ഗ്ലാസ് വെള്ളം തറയിൽ കളഞ്ഞാൽ അവർ പറയും, സാരമില്ലടാ, നമുക്കിത് തുടച്ചു മാറ്റാം. അങ്ങനെ ആ കുട്ടിയുടെ തലച്ചോർ പഠിക്കുന്നത് തെറ്റുകൾ പറ്റുന്നത് സ്വാഭാവികമാണ്, ഞാനിവിടെ സുരക്ഷിതനാണ് എന്നെല്ലാമാണ്. എന്നാൽ രണ്ടാമത്തെ കുട്ടി വളരുന്നത് ചെറിയൊരു തെറ്റ് പറ്റിയാൽ പോലും വലിയ രീതിയിൽ വഴക്ക് പറയുന്ന, കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലാണ്. ആ കുട്ടിയുടെ തലച്ചോർ പഠിക്കുന്നത് തെറ്റുകൾ വരുത്തുന്നത് അപകടമാണ്, എന്നെ എല്ലാവരും വെറുക്കും എന്നായിരിക്കാം. വർഷങ്ങൾക്ക് ശേഷം ഈ രണ്ടാമത്തെ കുട്ടി ഒരു മുതിർന്ന വ്യക്തിയാകുമ്പോൾ ജോലി സ്ഥലത്ത് ആരെങ്കിലും ഒരു ചെറിയൊരു തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ വളരെ അസ്വസ്ഥനാകും. മറ്റുള്ളവർക്കത് വെറുമൊരു ഫീഡ്ബാക്ക് മാത്രമായിരിക്കാം. എന്നാൽ ഈ വ്യക്തിയുടെ ഉള്ളിലെ സിസ്റ്റം അതിനെ വളരെ വലിയൊരു ഭീഷണിയായി കാണും. അതയാൾക്ക് വിവരമില്ലാത്തതുകൊണ്ടോ പക്വതയില്ലാത്തതുകൊണ്ടോ അല്ല, മറിച്ച് അയാളുടെ തലച്ചോർ ആ നിമിഷത്തെ പഴയൊരു വൈകാരിക അനുഭവവുമായി ബന്ധിപ്പിക്കുന്നത് കൊണ്ടാണ്. ഇത് കുറ്റപ്പെടുത്തലുകളിൽ മാത്രമല്ല, അവഗണന നേരിടുമ്പോൾ, ഒറ്റപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് ശബ്ദമുയർത്തി സംസാരിക്കുമ്പോഴൊക്കെ സംഭവിക്കാം. നിങ്ങളുടെ കയ്യിൽ ഒരു ചതവുണ്ടെന്ന് കരുതുക. ആരെങ്കിലും സാധാരണ ചർമ്മത്തിൽ തൊട്ടാൽ നിങ്ങൾക്ക് ഒരു വേദനയും തോന്നില്ല. എന്നാൽ ആ ചതവുള്ള ഭാഗത്ത് മൃദുവായാണ് തൊടുന്നതെങ്കിൽ പോലും വലിയ വേദന തോന്നും. ഇവിടെ തൊട്ട ആളുടെ ശക്തിയല്ല പ്രശ്നം, ആ ചതവിൻ്റെ സെൻസിറ്റിവിറ്റിയാണ്. നമ്മുടെ വൈകാരിക മുറിവുകളും ഇതുപോലെയാണ്. സാഹചര്യം ചെറുതായിരിക്കാം, പക്ഷേ അത് നമ്മുടെ ഉള്ളിലെ പഴയൊരു മുറിവാണ് തൊടുന്നത്. അതുകൊണ്ടാണ് പ്രതികരണം ഇത്ര വലുതായി പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് മനസ്സിനോട് നീ ഓവർ റിയാക്ട് ചെയ്യരുത്, ശാന്തനാകൂ
എന്ന് ബുദ്ധി കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ചിന്തിക്കുന്ന മനസ്സിനെയാണ് നമ്മൾ ശാന്തമാക്കാൻ നോക്കുന്നത്. എന്നാൽ തലച്ചോറിൻ്റെ വൈകാരിക ഭാഗം അപ്പോഴും അപകട സൈറൻ മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതാനുഭവങ്ങൾ നമ്മുടെ തലച്ചോറിനെ ഏതാണ് സുരക്ഷിതം, ഏതാണ് ഭീഷണി എന്ന് പഠിപ്പിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ സ്വഭാവ പ്രത്യേകതകൾ, ജനിതക ഘടകങ്ങൾ, വ്യക്തിത്വം, ഇപ്പോഴുള്ള മാനസിക സമ്മർദ്ദം, ഉറക്കം, ശാരീരികാരോഗ്യം എന്നിവയും നമ്മുടെ വികാര പ്രകടനത്തെ സ്വാധീനിക്കാം. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ വൈകാരിക തലച്ചോറിൻ്റെ ഭാഗങ്ങൾക്ക് നമ്മൾ സുരക്ഷിതരാണെന്ന ബോധ്യം ഉണ്ടാക്കിയെടുക്കണം. അവിടെയാണ് EFT നമ്മെ സഹായിക്കുന്നത്. എന്താണ് EFT? ഇമോഷണൽ ഫ്രീഡം ടെക്നിക്. മനസ്സിനോട് തർക്കിക്കുന്നതിന് പകരം ശരീരത്തെയും നാഡീവ്യൂഹത്തെയും ശാന്തമാക്കാൻ സഹായിക്കുന്ന ഒരു ലളിതമായ രീതിയാണിത്. ഇവിടെ നമ്മൾ മനസ്സിലെ പ്രയാസകരമായ വികാരങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മുഖത്തെയും അപ്പർ ബോഡിയിലെയും ചില പ്രത്യേക പോയിന്റുകളിൽ ടാപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ശരീരത്തിലെ ചില പോയിന്റുകളിൽ ടാപ്പ് ചെയ്യുന്നതിന് മനസ്സിനെ ശാന്തമാക്കുമെന്ന് കേൾക്കുന്നത് വിചിത്രമായി തോന്നുമെങ്കിലും വർഷങ്ങളായി ശാസ്ത്രജ്ഞർ ഇതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തുന്നുണ്ട്. EFT ചെയ്യുന്നത് വഴി നമ്മുടെ ശരീരത്തിലെ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിൻ്റെ അളവ് ഗണ്യമായി കുറയുന്നുണ്ടെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. പഠനങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും ഇത് പ്രാക്ടീസ് ചെയ്യുന്നത് കൂടുതൽ ശാന്തത അനുഭവിക്കാൻ ആളുകളെ സഹായിക്കുന്നതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വികാരങ്ങൾ വീടിൻ്റെ സെക്യൂരിറ്റി അലാം പോലെയാണ്. അലാം അടിക്കുന്നത് തെറ്റല്ല, പക്ഷേ അപകടം കഴിഞ്ഞിട്ടും അത് അടിച്ചുകൊണ്ടിരുന്നാലോ? EFT നിങ്ങളുടെ ഓർമ്മകളെ മായ്ച്ചു കളയുകയില്ല, സങ്കടങ്ങൾ ഇല്ലാതാക്കില്ല. പകരം അത് നിങ്ങളുടെ ശരീരത്തോട് പറയും, ഈ നിമിഷത്തിൽ നീ സുരക്ഷിതനാണ് എന്ന്. ശരീരം ശാന്തമാകുമ്പോൾ മനസ്സിനും വ്യക്തത വരും. ഒരു ഉദാഹരണം പറയാം. ആളുകളുടെ മുന്നിൽ സംസാരിക്കാൻ ഭയമുള്ളൊരു വ്യക്തിയെ സങ്കല്പിക്കാം. പ്രസംഗിക്കാൻ കയറുന്നതിനു മുൻപ് അയാളുടെ ഹൃദയമിടിപ്പ് കൂടുന്നു, കൈകൾ വിയർക്കുന്നു, പറയാനുള്ള കാര്യങ്ങൾ മറന്നുപോകുന്നു. എന്നാൽ ഇയാൾ പതിവായി EFT പരിശീലിച്ചാൽ ആ ഭയം പൂർണ്ണമായി മാറുകയല്ല, മറിച്ച് ഭയത്തിന് അടിമപ്പെടാതെ ശാന്തമായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ, കൂടുതൽ വ്യക്തമായി ചിന്തിക്കാൻ അയാൾക്ക് കഴിയും. ലക്ഷ്യമെന്നത് ഭയം ഇല്ലാതാക്കുന്നതല്ല, മറിച്ച് നാഡീവ്യൂഹങ്ങളെ ഓരോ പ്രതിസന്ധിയെയും ഒരു എമർജൻസിയായി പരിഗണിക്കാതിരിക്കുക എന്നതാണ്. ഇനി വൈകാരിക സമ്മർദ്ദങ്ങൾ കുറയ്ക്കുവാനുള്ള 3 ലളിതമായ വഴികൾ നോക്കാം. 1. പ്രതികരിക്കുന്നതിന് മുൻപ് ഒരു നിമിഷം ഒന്ന് പോസ് ചെയ്യാം. പോസ് ബിഫോർ യു റിയാക്ട്. അടുത്ത തവണ ഒരു ഇമോഷണൽ ട്രിഗർ, ഒരു വൈകാരിക മാറ്റം അനുഭവപ്പെടുമ്പോൾ ഞാൻ എന്താണ് ഇങ്ങനെ എന്ന് സ്വയം കുറ്റപ്പെടുത്താതെ എനിക്കിപ്പോൾ എന്താണ് തോന്നുന്നത് എന്ന് ചിന്തിക്കുക. ആ വികാരത്തെ ഒരു പേരിടാം. ഉദാഹരണമായി, എനിക്ക് സങ്കടം വരുന്നു, അല്ലെങ്കിൽ ദേഷ്യം തോന്നുന്നു എന്നിങ്ങനെ വികാരങ്ങളെ തിരിച്ചറിഞ്ഞ് പറയുമ്പോൾ തന്നെ അതിൻ്റെ തീവ്രത കുറയുമെന്ന് പഠനങ്ങൾ പറയുന്നു. 2. പ്രശ്നം പരിഹരിക്കുന്നതിന് മുൻപ് ശരീരത്തെ ശാന്തമാക്കുക. കാം യുവർ ബോഡി ബിഫോർ സോൾവിങ് ദി പ്രോബ്ലം. മനസ്സ് അസ്വസ്ഥമായിരിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ചിന്തിക്കാൻ നോക്കും. അത് കാര്യങ്ങളെ കൂടുതൽ മോശമാക്കുകയുള്ളൂ. അതിനു പകരം ഒരു ദീർഘശ്വാസം എടുക്കുക. തോളുകൾ അയച്ചിടുക. മുഖത്തെ പേശികൾ റിലാക്സ് ചെയ്യുക. ആവശ്യമെങ്കിൽ കൈകൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുക. ശരീരത്തിന് ശാന്തത ലഭിക്കുമ്പോൾ മനസ്സും ശാന്തമാകാൻ തുടങ്ങും. 3. വികാരങ്ങളോട് പോരാടുന്നതിന് പകരം EFT പരീക്ഷിക്കുക. ട്രൈ EFT ഇൻസ്റ്റെഡ് ഓഫ് ഫൈറ്റിംഗ് യുവർ ഇമോഷൻസ്. വികാരങ്ങളെ മറച്ചുവെക്കാൻ ശ്രമിക്കുന്നതിന് പകരം EFT പരിശീലിക്കുന്നത് നാഡീവ്യൂഹങ്ങളെ ശാന്തമാക്കാൻ സഹായിക്കുന്നതോടൊപ്പം വികാരങ്ങളെ സഹാനുഭൂതിയോടെ പരിഗണിക്കുവാനും സഹായിക്കുന്നു. നിങ്ങളെ തന്നെ പോസിറ്റീവായി ചിന്തിക്കുവാൻ നിർബന്ധിക്കുന്നതിന് പകരം നിങ്ങളെവിടെ നിൽക്കുന്നുവെന്നത് അംഗീകരിക്കുവാനും നിങ്ങളെ ശാന്തതയിലേക്ക് സാവധാനം നയിക്കുവാനും EFT സഹായിക്കുന്നു. EFT നിങ്ങൾക്ക് പരിചിതമല്ലെങ്കിൽ എൻ്റെ അടുത്ത വീഡിയോയിൽ EFT എക്സ്പീരിയൻസ് ചെയ്യുവാൻ നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. നമുക്കൊരുമിച്ച് ടാപ്പിംഗ് സെഷനിലൂടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി കടന്നു പോകാം. ഓർമ്മിക്കുക, നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങളുടെ ശത്രുക്കളല്ല. അവ നിങ്ങളുടെ ശ്രദ്ധയെ ആവശ്യപ്പെടുന്ന സന്ദേശങ്ങളാണ്.
നിങ്ങൾ കാര്യങ്ങളോട് പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ സ്വയം കുറ്റപ്പെടുത്തരുത്. അത് നിങ്ങളുടെ നാഡീവ്യൂഹങ്ങൾ മുൻപ് പഠിച്ചെടുത്ത പാഠങ്ങളാണ്. തലച്ചോറിന് ഭയം പഠിക്കാൻ സാധിക്കുമെങ്കിൽ അതിന് സുരക്ഷിതത്വവും പഠിച്ചെടുക്കാൻ സാധിക്കും. ഹീലിംഗ് സംഭവിക്കുന്നത് ഒറ്റ രാത്രി കൊണ്ടല്ല, അത് സംഭവിക്കുന്നത് ഓരോ കൊച്ചു ചുവടുകളിൽ നിന്നുമാണ്. പോകുന്നതിന് മുൻപ് ഒരു കാര്യം അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. ഏത് സാഹചര്യമാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ ട്രിഗർ ചെയ്യുന്നത്? നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമന്റ് ചെയ്യുമല്ലോ. അടുത്ത വീഡിയോയിൽ ഞാൻ ഒരു EFT ടാപ്പിംഗ് സെഷനുമായി വരുന്നതാണ്. അവിടെ കാണാം. നന്ദി.